കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ സംഭവത്തിൽ GCAക്ക് ക്ലീൻ ചിറ്റ്. GCDAക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അന്വേഷണ സംഘം. സംഘാടകരായ മൃദംഗ വിഷ്ണു ഗുരുതര വീഴ്ച സംഭവിച്ചു. കേസിൽ നടി ദിവ്യ ഉണ്ണിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് സ്വിഫ്റ്റ് ബസ് പാഞ്ഞു കയറി അപകടം. 3 പേർക്ക് പരിക്ക്, ഒരാളുടെ പരിക്ക് ഗുരുതരം. അപകടത്തിൽപ്പെട്ടത് റോഡിലേക്ക് ഒടിഞ്ഞു വീണ മാവിൽ നിന്ന് മാങ്ങ പറിക്കാനായി എത്തിയവർ. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധം തുടർന്ന് ബാർ അസോസിയേഷൻ. കോടതി നടപടികൾ ബഹിഷ്കരിച്ച് സമരത്തിലേക്ക് ബാർ അസോസിയേഷൻ. ജഡ്ജിക്കെതിരെ സുപ്രീം കോടതി ആഭ്യന്തര സമിതിയുടെ അന്വേഷണം തുടരുന്നു. ജഡ്ജിയുടെ വീട്ടിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ പരിശോധിക്കും. ഇടുക്കി തൊടുപുഴ ബിജു ജോസഫ് കൊലപാതകത്തിൽ 4 പ്രതികൾക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തി. തട്ടിക്കൊണ്ടുപോകുമ്പോൾ ബിജുവിനെ മർദ്ദിച്ചത് ആഷിഖും മുഹമ്മദ് അസ്ലമും ചേർന്ന്. വാൻ ഓടിച്ചത് മുഖ്യപ്രതി ജോമോൻ. ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാനും ബിജുവിന്റെ സ്കൂട്ടറും ട്രാക്ക് ചെയ്തു. ആശാപ്രവർത്തകരുടെ സമരം 44-ാം ദിനത്തിലേക്ക്. നിരാഹാര സമരം 6ാം ദിനവും തുടരുന്നു. ആരോപണങ്ങളിൽ മറുപടി പറയാൻ SUCIയുടെ വാർത്താ സമ്മേളനം ഇന്ന്. ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് INTUC മാർച്ച്. യാക്കോബായ സഭാധ്യക്ഷനായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത ഇന്ന് ചുമതലയേൽക്കും. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ശുശ്രൂഷകൾ. ഇന്ത്യൻ സമയം രാത്രി 7:30. പാട്രിയാർക്കീസ് ബാവ മുഖ്യ കാർമ്മികനാകും. പ്രാർത്ഥനയോടെ വിശ്വാസി സമൂഹം. IPLൽ ഡൽഹി ക്യാപിറ്റൽസിന് മിന്നും ജയം. ലക്നൌവിനെ തോൽപ്പിച്ചത് 1 വിക്കറ്റിന്. വിജയശില്പിയായത് അശുതോഷ് ശർമ്മ. ഗുജറാത്ത് പഞ്ചാബ് പോരാട്ടം രാത്രി 7:30.